ജനം ടിവിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മൈജി മെഗാ അത്തപ്പൂ മത്സരം സീസൺ 2 തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം മൾ ഓഫ് ട്രാവൻകൂറിലാണ് അത്തപ്പൂ മത്സരം നടക്കുന്നത്. അത്തപ്പൂക്കള മത്സരത്തോടൊപ്പം സ്വർണ്ണവേട്ടയും ഇത്തവണത്തെ ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇവരുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, രാവിലെയാണ് മത്സരം ആരംഭിച്ചത്. മത്സരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞോ? മറ്റു വിവരങ്ങൾ കൂടി. കെ പി സുരേഷ്, വളരെ ആവേശകരമായ അത്തപ്പൂ മത്സരം ഇപ്പോൾ എന്തായാലും മത്സരാർത്ഥികൾ അത്തപ്പൂ കളം ഒരുക്കി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏകദേശം 5 ടീമുകളാണ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആദ്യത്തെ ടീമായ ശിവകല്യാണിയാണ്. ശിവകല്യാണി ടീം എന്ന് പറയുന്നത് പൂജപ്പുരയുള്ളവരാണ്. എന്തായാലും ആ അത്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു അത്തം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റോസാപ്പൂവാണ്. റോസാപ്പൂവും അതോടൊപ്പം തന്നെ ജമന്തി പൂക്കളും അടങ്ങിയ ഒരു അത്തമാണ് ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നതും. എന്തായാലും ഈ അത്തത്തിന് രൂപകൽപ്പന ചെയ്ത ഒരു ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, പേരെന്തേട്ടാ? ദിബങ്കർ. ഓക്കെ, ദിബങ്കർ ചേട്ടനാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജനം ടിവിയുടെ ആദ്യ സീസണിലുണ്ടായിരുന്നു. ചേട്ടാ, 2ാം സീസണാണ്. കഴിഞ്ഞ തവണ ഫോർത്ത് പ്രൈസാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് പ്രതീക്ഷകളൊക്കെ? പ്രതീക്ഷ എല്ലാ അത്തവും ഒന്നിനൊന്നും മിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞുതരാം. അപ്പോൾ ജഡ്ജസിന്റെ തീരുമാനം പോലെ ഇരിക്കും. എന്തായാലും ചേട്ടാ, ഒരു വ്യത്യസ്തമായ ഒരുപാട് ഫ്ലവർ, അതായത് പ്രത്യേകിച്ച് റോസാപ്പൂവാണ് പ്രധാനമായിട്ട് ഇട്ടിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്താണ്? എന്തെങ്കിലും അത്തത്തിൻ്റെ ഭംഗി, പിന്നെ ഈ ട്രെൻഡ് അനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തേക്ക് ഈർത്ത് ഒക്കെ ഇടും. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് തന്നെ ആ പൂവിൻ്റെ ആ തനിമ നഷ്ടപ്പെടാതെ ആ പൂവിനെ മുഴുവനോട് നമുക്കത് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും അല്പസമയത്തിന് തന്നെ ഇതിൻ്റെ വിധി പ്രസ്താവിക്കും. എന്തായാലും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു നമുക്ക് ടീമിനെ നോക്കേണ്ടത്, അതായത് ഇവിടെ സദ്യ ഒരുക്കിയ ഒരു ടീമാണ്. എന്തായാലും നമ്മോടൊപ്പം ഉള്ളത് ഒരു കുടുംബമാണ്. അതായത് അച്ഛനും അമ്മയും 2 മക്കളും ചേർന്നാണ് ഈ അത്തം ഒരുക്കിയിരിക്കുന്നത്. ഒരു ഓണസദ്യയും അതോടൊപ്പം തന്നെ മറ്റു പൂക്കളും ചേർത്താണ് ഇത്തരത്തിലൊരു അത്തം ഇട്ടിരിക്കുന്നത്. അതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. ഹായ് മോളെ, പേര്? മോളെ വിദ്യ, വൃന്ദ, പ്രമോദ്, സന്ധ്യ. മോളെ ഏകദേശം 3-4 വർഷം അച്ഛനോടൊപ്പം പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയാം ആദ്യം? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. അച്ഛൻ കുറേ കാലം പഠിപ്പിച്ചു തന്നു. വഴക്ക് പറയാതെ അത് എങ്ങനെ ചെയ്യണം നല്ല രീതിയിൽ നല്ലപോലെ പറഞ്ഞു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ജെൻസി കിഡാണ്. ജെൻസി കിഡും ഇപ്പോഴും അത്തത്തിനോടൊപ്പം നിൽക്കുന്നു, ആ ഒരു ട്രെൻഡിനൊപ്പം നിൽക്കുന്നു എന്നാണ്. അത്തപ്പൂ മത്സരത്തിൽ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ തനിമ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ പൂക്കളിടാന്നാണ് അച്ഛൻ എപ്പോഴും അതാണ് ഫോക്കസ് ചെയ്യുന്നത്. പീവട്ടം അതുപോലെ തന്നെ ഓണസദ്യ, ഓണമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ട് തീം എടുത്ത് അതേ തനിമയോടെ അധികം പുറത്തുനിന്നുള്ള പൂക്കളില്ലാതെ നമ്മുടെ നാട്ടിലുള്ള പൂക്കൾ വെച്ച് ആ തനിമയോടെയാണ് ഈ വട്ടം പൂക്കൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രമോദേട്ടനാണ്, പേര് പ്രമോദേട്ടൻ. എന്തായാലും പ്രമോദേട്ടൻ്റെ ഇതിൻ്റെ പ്രധാന വരച്ചത് എല്ലാം ചേട്ടൻ തന്നെയാണ്. കൂടുതൽ ഏകദേശം 10-20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ഇത്തരത്തിൽ ഒട്ടനവധി അത്തപ്പൂ മത്സരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ചേട്ടാ, എങ്ങനെയുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ്? ജനം ടിവിയുടെ ഈ വേദി ഞങ്ങൾ നേരത്തെ കൊതിച്ചതാണ് ഒന്ന് എത്താനായിട്ട്. അപ്പം ഞങ്ങൾ ഈ തനിമ ഉദ്ദേശിച്ച് മാത്രമാണ് പൂക്കള മത്സരത്തിൽ പങ്കെടുത്തത്. പക്ഷെ ഇപ്പോൾ ഈ പൊതുവെ ഒരു ഫ്ലവർ ഷോ നടക്കുന്ന ഒരു അന്തരീക്ഷമാണ് പൊതുവെ കാണുന്നത്. പക്ഷെ ഞങ്ങൾ അതിലൊന്ന് ഫോക്കസ് ചെയ്ത് അത്തപ്പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ നാടൻ പൂക്കളായിട്ട് വന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇത് ചെയ്യും. ഒരു ഫ്ലവർ ഷോ പോലെ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളങ്ങനെ അത്തപ്പൂ മത്സരത്തിൽ വെറൈറ്റി കൊണ്ടുവരുത്തതുമില്ല ഒരിക്കലും. ചേച്ചി, അതെ, ഹസ്ബൻഡ് പറഞ്ഞ അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞത് മാത്രമാണ് ചേച്ചി പറയാനുള്ളതാണ് വ്യക്തമാക്കിയത്. എന്തായാലും മറ്റൊരു അത്തം കാണാം. ഈ ടാഗോർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തൃക്കണ്ണാപുരത്തുള്ള ടീമിൻ്റെ അത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഒട്ടനവധി പൂക്കൾ, പ്രത്യേകിച്ച് റോസാപ്പൂവും അതോടൊപ്പം തന്നെ വാടാമുല്ലയും അതേസമയം നമ്മുടെ തെങ്ങിൻ്റെ ചെറിയ ഇലകളും ചേർത്താണ് ഇത്തരത്തിലൊരു അത്തം ഇട്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ചേട്ടാ, പേരെന്തേട്ടാ? എൻ്റെ പേര് ഷിബു. ചേട്ടാ, വളരെ വ്യത്യസ്തമായ ഒരു അത്തമാണ്. പ്രത്യേകിച്ച് തുളസിയും അതുപോലെ തുമ്പപ്പൂവിൻ കൂടുതലും വന്നിരിക്കുന്നത്. ശംഖുപുഷ്പം, മാങ്ങാച്ചെടി എന്ന് പറഞ്ഞാൽ യെല്ലോ കളറ്, തുമ്പപ്പൂവ്, തുളസിപ്പൂവ്, 10 മണിച്ചെടി, പിന്നെ തെങ്ങും പൂക്കല, അതെല്ലാം നാടൻ പൂക്കളിലോട്ട് ആണ് കൂടുതലും പ്രിഫർ ചെയ്തിട്ടുള്ളത് നമ്മൾ. ചേട്ടാ, 3 മണിക്കൂറാണ് ടൈം പീരീഡ് ഉണ്ടായിരുന്നത്. അത് സമയം കുറവായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് സമയം? നമ്മൾ ഇതിനെക്കാട്ടിയും കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ തീർത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാലും നമ്മൾ ഇത്രയും സമയം കിട്ടിയ വളരെ നന്ദി. ഇത്രയും ചെയ്തൊപ്പിക്കും. സമയം കിട്ടിയാലും കൂടുതൽ പിന്നെ ഇതിനെ കിട്ടുള്ളൂ. കൂടുതൽ സമയം കിട്ടിയാലും
ഇത്രയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ജനം ടിവിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മൈജി മെഗാ അത്തപ്പൂ മത്സരം സീസൺ 2 തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.